ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളൊരു വിളിക്കാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലും ഇതുപോലെ തന്നെ നീറിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആ ഒരു പേഴ്സൺ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ മറക്കാനൊക്കെ വേണ്ടി. പക്ഷേ അപ്പോഴൊക്കെ അയാൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ലോകത്ത് എന്തൊക്കെ നടന്നാലും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറില്ല. അത്രയ്ക്ക് ഡെപ്തിൽ ആഴത്തിലാണ് നിങ്ങളായിട്ടുള്ള ഒരു ഇമോഷനും നിങ്ങളോടുള്ള ഒരു ഫീലിങ്സൊക്കെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുള്ളതെന്ന് ഒക്കെ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും നേറി തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷങ്ങളും ഓരോ സമയമൊക്കെ അയാളുടെ എല്ലാ ദിവസവും ഓർക്കാറുണ്ട്. അതിൽ നിങ്ങളോട് കാണിച്ച ആ ഒരു കാര്യത്തിലൊക്കെ അയാൾ എപ്പോഴും നേറി തന്നെയാണ് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ലെവലാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളോട് എന്തൊക്കെ ഫീലിങ്സ് ആണോ അത് ആ ഒരു പേഴ്സൺ തിരിച്ചു വരുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവരുടെയും എനർജി ആയിട്ടൊന്നും മാച്ച് ആവില്ല. അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. സോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മൈൻഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും റിലീസ് ചെയ്ത് വളരെ ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങളുടെ ബോഡിയുടെ മസിൽസും എല്ലാം വളരെ റിലാക്സ് ചെയ്ത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ലാതിരിക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ അതിന് ഉണ്ടായ ആ ഒരു സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു പ്രോബ്ലംസോ അങ്ങനെ അതൊക്കെ ചിലപ്പോൾ ചെറിയായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ വേറെ എന്തോ എക്സ്റ്റേണലി വേറെ എന്തോ ഒരു പ്രോബ്ലം അയാളുടെ ഒരു ലൈഫിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് താല്പര്യമില്ല. പക്ഷേ അയാളെ കൊണ്ട് ആരോ ഫോഴ്സ് ചെയ്യിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് അയാളുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹവും ആഗ്രഹങ്ങളും ഇഷ്ടമൊക്കെ വളരെ നല്ലതുപോലെയുണ്ട്. അയാൾ നല്ലൊരു പേഴ്സണാലിറ്റിയൊക്കെ ഉള്ളൊരു വ്യക്തിയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാം സ്ട്രോങ് ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ അയാൾക്ക് ലൈഫിൽ എടുക്കാം. അയാൾക്ക് വേറെ ആരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ ഇഷ്ടം അനുസരിച്ച് ആർക്കും ഹേർട്ടിങ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ എല്ലാം നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടും ബോൾഡായിട്ടൊക്കെ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു റിലേഷനും അയാൾക്ക് നിങ്ങളോട് വളരെ ഇഷ്ടം ഉണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, പെട്ടെന്നാണ് ഒരു ദിവസം നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നിൽക്കാനുള്ള കാര്യം. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തതിൻ്റെയല്ല, എന്തോ ഒരു മേ ബി ഫാമിലി റിലേറ്റഡ് പ്രോബ്ലം ആയിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി വൈസിൽ അതുമായിരിക്കാം. അപ്പോൾ എന്തോ അയാൾക്ക് താല്പര്യമില്ലാതെ ആരോ അയാളെ കൊണ്ട് മനഃപൂർവ്വം ബലം പ്രയോഗിച്ച്, അതായത് ഫോഴ്സ്ഫുള്ളി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തള്ളി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ സ്നേഹം ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഫാമിലിപരമായിട്ടും ഒക്കെ എല്ലാം ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മേ ബി ചിലപ്പോൾ ആൾക്കാർ അതിൽ ഇടപെട്ടിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ മണി തന്നെ ഒരു ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. ബിക്കോസ് പൈസ റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൂടുതലും മാറി നിൽക്കാനുള്ള ചാൻസ് ഉള്ളത്. മിക്ക കേസിലും അതൊക്കെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിയത് കൊണ്ട് വേറെയുള്ള ആൾക്കാരൊക്കെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി മാറി നിന്നത്. പക്ഷേ മാറി നിന്നപ്പോഴും ഈ പേഴ്സണ് ഒട്ടും പറ്റുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ അത്ര ഡെപ്തിലാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ ആ ഒരു വ്യക്തി നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ സമയങ്ങളും ആ വ്യക്തി മനസ്സിൽ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ബിക്കോസ് ആ വ്യക്തിക്ക് നിങ്ങളെ വേണം. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള എല്ലാ തേർഡ് പാർട്ടീസ്, ഈവൻ
പൈസയും നമുക്ക് തേർഡ് പാർട്ടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പൈസ, അതല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, ഫാമിലി പ്രോബ്ലംസ്, റിലേറ്റീവ്സ്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അയാളെ മാറ്റിയിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ആ ഒരു സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ഡിഫറൻസ് കാണും. ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരെക്കാട്ടി കൂടുതൽ ഉള്ളത്, അതല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു രീതിയിൽ അയാളെ മനഃപൂർവ്വം ബലം പ്രയോഗിച്ച് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റിയതാണ്. അത് രണ്ടുപേർക്കും നല്ലത് വരട്ടെ എന്നൊക്കെ ഓർത്ത് തന്നെ. പക്ഷേ അയാളുടെ ഉള്ളിൽ നിങ്ങളുണ്ട്, നിങ്ങളുമായിട്ട് എപ്പോഴും സംസാരിക്കണം. നിങ്ങളുടെ ആ പഴയ മെമ്മറീസിലൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സൺ കഴിയുന്നത്. വിളിച്ചില്ലെങ്കിലും അയാളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുണ്ട്. അയാളുടെ ഊണിലും ഉറക്കത്തിലൊക്കെ നിങ്ങളുടെ വിചാരം മാത്രമാണ്. നിങ്ങൾ ആ പേഴ്സൺ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അറിയാം ആ ഒരു പേഴ്സൺ ഫോഴ്സ്ഫുള്ളി മാറിയതാണ് ഈ റിലേഷൻഷിപ്പിന്. അപ്പോൾ നിങ്ങൾ അയാളെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയും ഒക്കെ അയാൾ അറിയുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഉള്ളിൽ നിങ്ങൾ നീറുന്നുണ്ട്, പക്ഷേ എങ്കിൽ കൂടെ തന്നെയും അയാളെ കാണിക്കണ്ട, അയാൾ ഓർക്കട്ടെ ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അയാൾ പോയതിൽ എനിക്ക് പ്രോബ്ലം ഇല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്നില്ലേ. അപ്പോൾ അതൊക്കെ അയാൾ കാണുമ്പോൾ അയാൾക്ക് ശരിക്കും കുശുമ്പും അസൂയൊക്കെ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പോകുന്നെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ അവനതിൽ യാതൊരുവിധ പ്രോബ്ലം ഇല്ല, വളരെ കൂളായിട്ടൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിങ്ങളെ അയാൾക്ക് നഷ്ടമാകുമോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ട്. മേ ബി നിങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ കയറി നിങ്ങളെ നോക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി, അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള നിങ്ങളെ ഡീറ്റെയിൽസൊക്കെ അയാൾക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ കൊണ്ട് അയാൾ ഒരുപാട് അസ്വസ്ഥനാണ്. അയാൾക്ക് ശരിക്കും ഒരു കുശുമ്പുണ്ട് നിങ്ങളോട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, അയാൾ പോയതിന് നിങ്ങൾ യാതൊരുവിധ ടെൻഷനോ സങ്കടമോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് അതും ഒരു പേടിയുണ്ട്, നിങ്ങൾ പോകുമോ, നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഇട്ടിട്ട് പോകുമോ, നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സൺ ഇല്ലേ എന്നൊക്കെ ഒരു വിഷമവും അതുപോലെ തന്നെ ഒരു കുശുമ്പും ഒക്കെ നിങ്ങളോടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു പേഴ്സണ് ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുന്നതും അയാളെ മിസ് ചെയ്യുന്നില്ല എന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചാണ് ഈ ഒരു പേഴ്സൺ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൊക്കെ അയാൾ കയറി നോക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ട് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഹാപ്പിയാണ്. അത് ഓർത്തിട്ട് ആ പേഴ്സണ് വിഷമം ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ അയാൾ ഇട്ടിട്ട് പോയതാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വിഷമമില്ല, നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് നടക്കുന്നത്. ഉള്ളിൽ നിങ്ങൾ നീറുവാണ് എങ്കിലും പറയണം, അയാൾക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടവും ഡിപ്രഷൻ രീതിയിലോട്ടൊക്കെ ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തി എല്ലാ ദിവസവും ഇയാളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നു, നിങ്ങളുടെ സ്വപ്നം കാണാറുണ്ട്, നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ സ്റ്റിൽ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും ആ ഒരു വ്യക്തി മനസ്സിൽ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളില്ല എന്നൊരു വിഷമം എപ്പോഴും ഉള്ളിലും ഉണ്ട്. അപ്പോൾ അന്ന് നിങ്ങളടുത്ത് കാണിച്ച ആ ഒരു ബ്രേക്കപ്പിന് വേണ്ടി ഉണ്ടായ ആ ഒരു സംഭവങ്ങളൊക്കെ ഓർത്ത് ആ ഒരു വ്യക്തിക്ക് ഉള്ളിൽ നല്ല കുറ്റബോധവും വിഷമവും ഒക്കെ ഉണ്ട്. നിങ്ങൾ അത്രയ്ക്ക് ആളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ സാഹചര്യം കൊണ്ടായിരിക്കാം ഇട്ടിട്ട് പോയത്. അപ്പോൾ അതൊക്കെ ഓർത്ത് ആ ഒരു പാസ്റ്റിൽ നടന്ന കാര്യത്തെപ്പറ്റി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മനസ്സോടെ ചെയ്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട്, അതായത് ആ വ്യക്തിക്ക് നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ നിമിഷവും നിങ്ങളെപ്പറ്റി ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അയാളെ സ്വപ്നങ്ങളിൽ നിങ്ങളെ കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം അയാൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്ന സമയത്ത് അയാൾ ഒരുപാട് മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കാനും ഒക്കെ ഒരുപാട് അയാൾ, അതായത് മാറിയിട്ട് വേറെ മേ ബി അയാൾ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് തന്നെയൊക്കെ പോയിട്ടുണ്ടാവാം, അതായത് നിങ്ങളെ മറക്കാൻ വേണ്ടി. പക്ഷേ എവിടെയും അയാൾക്ക് സമാധാനമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ഫോഴ്സ് ചെയ്ത് അയാളുടെ മൈൻഡിൽ നിന്ന് മാറ്റാൻ വേണ്ടി പലതും അയാൾ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ അതിൽ കൂടുതൽ എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് തന്നെ അറിയത്തില്ല ഇപ്പോൾ എന്താണ് വേണ്ടത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ, അത് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ, അതോ ഞാൻ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എന്നൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ടും മെൻ്റലി ഒരുപാട് തകർന്നിരിക്കുകയാണ് ആ ഒരു പേഴ്സൺ. ബിക്കോസ് ഒരുപാട് ഇഷ്ടമുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്തും നിങ്ങളെ മറക്കാനൊക്കെ വേണ്ടി പല പരിപാടിയും ചെയ്തിട്ടും വേറെ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ വേറെ സ്ഥലത്തോട്ടൊക്കെ പോയിട്ടുണ്ടാകും. പക്ഷേ അയാൾ എവിടേക്ക് ചെന്നാലും അയാൾക്ക് ഒരു സമാധാനവും ഒന്നും കിട്ടുന്നില്ല. കാരണം വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ
ഇത് തന്നെയാണ് 24/7 അയാളുടെ മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ ഒരുപാട് ഇമോഷണലി ഒരുപാട് തകർന്നിരിക്കുകയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം അയാൾ മനസ്സിലാക്കുന്നുണ്ട്, അയാൾക്കും നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഇമോഷന് വാല്യൂ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആ ഒരു പേഴ്സൺ ബുദ്ധിപരമായിട്ടും മറ്റുള്ളവർ പറയുന്നതും ഒക്കെ അങ്ങനെയുള്ളൊരു രീതിയിലോട്ടാണ് പോയത്. ബ്രെയിൻ കൊണ്ടാണ് നമ്മൾ ചിന്തിച്ചതെന്നൊക്കെ പറയുന്ന പോലെ തലച്ചോറ് ഉപയോഗിച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മാറിയതാണ് ആ ഒരു പേഴ്സൺ. പക്ഷേ അയാൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം വിഷമം ഉണ്ടെന്നോ അതിനൊന്നും യാതൊരു അപ്പോൾ അത്ര അയാൾ കെയർ ചെയ്തില്ല. ബിക്കോസ് ഇതങ്ങ് മാറും, നിങ്ങളുടെ രണ്ടുപേരും നല്ലതിനാണെന്നൊക്കെ ഓർത്താണ് മാറിയത്. പക്ഷേ മാറിയതിന് ശേഷമാണ് അയാൾക്ക് ആ ഹൃദയത്തിലെ ആ ഒരു ഇമോഷൻസൊക്കെ മനസ്സിലായത്. അപ്പോൾ അയാൾ അന്ന് ചിന്തിച്ചില്ല, അയാൾ ഇതെല്ലാം ഗ്രാജുവലി എല്ലാം ശരിയായിക്കോളും എന്നോർത്താണ് അയാൾ പോയത്. പക്ഷേ ബാക്കിൽ അയാൾ കാത്തിരിക്കുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്നൊന്നും അയാൾ ഓർത്തില്ല. പക്ഷേ ഇപ്പോൾ അയാൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. അന്ന് അങ്ങനെ ഒരു ഫുളിഷ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തതിലൊക്കെ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അയാളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെന്തുമാത്രം അയാൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻ എത്ര ഡെപ്തിലുള്ളതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തും കെയർ ചെയ്തൊക്കെ നിന്ന് ഓരോ കാര്യങ്ങളും ഒക്കെ ഓർത്ത് ഇപ്പോൾ അയാൾ വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അയാളുടെ മനസ്സിൽ നിങ്ങളാണ്. എല്ലാ ദിവസവും അയാളെ നിങ്ങളെപ്പറ്റി ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയനൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളില്ലാത്ത ഒരു സമയത്ത് ആ വ്യക്തി അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും. നിങ്ങൾ സ്മൂത്തായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലോട്ട് തന്നെ പോവുകയും ചെയ്യുമെന്നാണ് നമ്മൾക്ക് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിരിക്കും. ഇനി ആ ഒരു പേഴ്സൺ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും നിങ്ങൾ ഇട്ടിട്ട് പോകും, നിങ്ങളെ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. ബിക്കോസ് നിങ്ങളുടെ വാല്യൂ ആ ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ പേഴ്സൺ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.